ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി നോക്കാം. ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ആണെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടയില്ലാത്ത രൂപത്തിലൊന്ന് കലക്കിയിട്ടെടുക്കലാണ്. പെട്ടെന്നൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ഇനിയിപ്പം ഈ ഒരു സ്നാക്സിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ആയിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മസാല ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒന്ന് ചെറുങ്ങനെ കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. കുട്ടികളെല്ലാം സ്കൂളിലും വിട്ടു വരുന്ന ടൈമിലെല്ലാം നമുക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു സ്നാക്സാണ്. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കും. അതായത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇത്ര പൊടികൾ മാത്രമേ ഈ ഒരു സ്നാക്സിലേക്ക് ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഈ ഒരു പൊടിയുടെ എല്ലാം ആ ഒരു റോ സ്മെല്ല് പോകുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഉള്ളിലും ഒന്ന് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ടേൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം, കുറക്കുകയും ചെയ്യാം കേട്ടോ. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് എന്താ പറയുക, ഒന്നിങ്ങനെ ചിക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലൻ്റെ പരിപാടി. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവില്ലേ, അത് ഞാനിതാ ഈ ഒരു ഫ്രൈ പാനിലേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ട് 1.5 കയ്യിൽ മാവാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് പരത്തിയെടുക്കുന്നില്ല, ഞാനിത് റൗണ്ട് ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇങ്ങനെ വേണ്ടെങ്കിൽ നമ്മൾ സാധാരണ മൈദ ദോശയെല്ലാം ചുടുമല്ലോ, ആ ഒരു രീതിക്ക് ചുട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയല്ലേ, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടയെല്ലാം ഇങ്ങനെ മടക്കിയെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഞാൻ ഇതിനൊന്ന് മടക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ലോണം മടക്കിയെടുക്കണം, അല്ലെങ്കിൽ മസാലയെല്ലാം ഇങ്ങനെ പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഞാനിത് മടക്കിയെടുത്തിട്ടുള്ള പോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഇത് നന്നായിട്ട് ഇങ്ങനെ അറ്റെല്ലാം ഇങ്ങനെ നന്നായി ഒട്ടുന്ന രീതിക്ക് തന്നെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മേൽഭാഗത്തായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡിലും ഓയിൽ തേക്കണം. ഒരു സൈഡ് തേച്ച് എനിക്കുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും കൂടി ഒന്ന് ഓയിൽ തേച്ചിട്ട് ഇത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പം ഓയിൽ തേക്കുന്നില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഫ്രൈ ആയി കിട്ടും കേട്ടോ, ഒന്ന് മൊരിഞ്ഞ് കിട്ടും. പക്ഷേ ഓയിൽ തേച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ തേച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മാവും മസാലയെല്ലാം ഉപയോഗിച്ചിട്ട് ഞാനിതാ ഇതേപോലെ എഗ്ഗ് പറാട്ട ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.